ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രമായ വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന മൂവിയെ കുറിച്ചാണ്. ആദ്യ ഭാഗത്തേക്കാളും എന്തുകൊണ്ടും ഒരുപടി മുൻപിൽ തന്നെയാണ് ഈ ഒരു മൂവി. സിനിമ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് 4 സുഹൃത്തുക്കളെയാണ്. സമൂഹവും വീട്ടുകാരും ഒന്നിനും കൊള്ളാത്തവരെന്ന് മുദ്രകുത്തിയ 4 യുവാക്കൾ. ഹാഷിർ, അലൻ, അജൻ, പിന്നെ വിനായകൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ അതേ ടീം തന്നെയാണ് ഈ സിനിമയിൽ വരുന്നത്. അവരുടെ സ്കൂൾ കാലഘട്ടത്തിലെ കുസൃതികളും തല്ലുകൊള്ളിത്തരങ്ങളും കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീട് ജോലിയും ഉത്തരവാദിത്തവും വരുന്ന പ്രായത്തിലെത്തുമ്പോൾ ഇവരുടെ സൗഹൃദത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് സിനിമയുടെ കാതൽ. ഒപ്പം പഠനം കഴിഞ്ഞ് വിദേശത്ത് ജോലിക്കായി പോകുന്നവരും നാട്ടിൽ തന്നെ തുടരുന്നവരും തമ്മിലുള്ള അന്തരം സിനിമയിൽ വളരെ ഇമോഷണലായി കാണിക്കുന്നുണ്ട്. സിനിമ തുടങ്ങുന്നത് ഈ 4 സുഹൃത്തുക്കളെ കാണിച്ചുകൊണ്ടാണ്. ഹാഷിറിന് 5 വയസ്സുള്ളപ്പോഴാണ് അവനൊരു അനുജൻ പിറക്കുന്നത്. ഒരു അനുജന് വേണ്ടി അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ വളരെ സ്നേഹത്തിലാണെങ്കിലും വളരും തോറും ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ തമ്മിൽ അടികൂടാൻ തുടങ്ങി. വൈകാതെ ഹാഷിറിന്റെ ഉമ്മയ്ക്ക് അവർ ഒരു തലവേദനയായി മാറുകയാണ്. പിന്നെ കാണിക്കുന്നത് അലനെയാണ്. അലൻ താമസിക്കുന്നത് ഹാഷിറിന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഹാഷിറും അലനും ഒരു പ്രായക്കാരും നല്ല ഫ്രണ്ട്സുമാണ്. ഹാഷിറിന് ഒരു അനുജനാണെങ്കിൽ അലന് ഒരു അനുജത്തിയാണുള്ളത്. ഇപ്പോൾ ഹാഷിറും അലനും വളർന്ന് ഒരു കൗമാര പ്രായത്തിലെത്തിയിരിക്കുന്നു. ഹാഷിറിന് അവൻ പഠിക്കുന്ന സ്കൂളിലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അവനെ ഇഷ്ടം തുറന്നു പറയാതെ അവളുടെ പുറകെ നടന്ന് ഒരു സൗണ്ടും ഉണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ് പതിവ്. അതേസമയം അലന്റെ സഹോദരി അഷ്നയെ അജിൻ എന്ന പയ്യൻ സൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഇത് അലനും ഹാഷിറും അറിയുകയും അജിനെ നല്ല രീതിക്ക് അടിക്കുകയും ചെയ്യാണ്. അജിനെ അടിക്കുന്നത് കണ്ട് അവന്റെ ഫ്രണ്ട് വിനായകനും എത്തുന്നു. പിന്നീട് ഇവർ 4 പേരും ചേർന്ന് പൊരിഞ്ഞടിയായി. അജിനെ അടിച്ച ദേഷ്യത്തിൽ വിനായകനും അജിനും ചേർന്ന് അജിന്റെ ബ്രദറിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. പിന്നെ അവർ തമ്മിലും വഴക്കാവുകയാണ്. ശേഷം തിയേറ്ററിൽ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്ന അജിനെയും വിനായകനെയും കാണിക്കുന്നു. അവിടേക്ക് അലനും ഹാഷിറും വരുന്നു. തിരക്ക് കാരണം അലനും ഹാഷിറിനും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അജിനും വിനായകനും കൂടെ അവർക്ക് 2 ടിക്കറ്റ് വാങ്ങിക്കൊടുക്കുന്നു. ആദ്യം അടിച്ചെങ്കിലും അലനും ഹാഷിറും കൂടെ ആ ടിക്കറ്റ് വാങ്ങുന്നു. എന്നാൽ അവിടെ വീണ്ടും ഒരു പ്രശ്നമുണ്ടാവുകയാണ്. അജിനും വിനായകനും കൂടെ എക്സ്ട്രാ ടിക്കറ്റ് വാങ്ങിയതിൽ പിറകെ നിൽക്കുന്ന അവരുടെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാർ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ആ പ്രശ്നത്തിൽ അവർ 4 പേരും ഒരു ടീം ആവുകയാണ്. അതുമാത്രമല്ല പിന്നീട് അവർ 4 പേരും ക്ലോസ് ഫ്രണ്ട്സ് ആയി മാറുന്നു. ഇത് കാണുന്ന അജിന്റെ ബ്രദർ ആണെങ്കിൽ ആകെ ഷോക്ക് ആവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അടിയുണ്ടാക്കിയവർ തമ്മിൽ ഇപ്പോൾ ഫ്രണ്ട്സ് ആയി മാറിയിരിക്കുന്നു. ഇവർ 4 പേരും വിനായകന്റെ വീട്ടിൽ ചെന്നാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. കാരണം വിനായകന്റെ വീട്ടിൽ അവന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ വീട്ടിലില്ലാത്ത നേരം അവൻ ഫ്രണ്ട്സിനെ വിളിച്ച് ജോളിയായിട്ടിരിക്കും. പിന്നീട് അലന്റെ സഹോദരി അഷ്ന ക്ലാസ് കട്ട് ചെയ്ത് സുഹൃത്തുക്കൾക്കൊപ്പം സിനിമയ്ക്ക് പോകുന്നത് അധ്യാപകനായ മുജീബ് കണ്ടെത്തുകയും അവളെ വഴക്ക് പറയുകയും ചെയ്യാണ്. പിറ്റേന്ന് സ്കൂളിൽ വെച്ച് അവളുടെ മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് മുജീബ് അവളെ ക്രൂരമായി അപമാനിക്കുന്നു. ഇത് അലനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. തന്റെ സഹോദരി അപമാനിച്ച അധ്യാപകനോട് പ്രതികാരം ചെയ്യാൻ ഹാഷിറും അലനും തീരുമാനിക്കുന്നു. അതിനിടയിൽ അപ്രതീക്ഷിതമായി മനോജ് എന്ന് പറയുന്ന മറ്റൊരു അധ്യാപകന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതോടെ പോലീസും കേസും അന്വേഷണം ആരംഭിക്കുന്നു. സമൂഹത്തിന് മുൻപിൽ നാണം കെട്ടു നിൽക്കുന്ന തങ്ങളുടെ മാതാപിതാക്കളെ കണ്ട് അവർക്ക് കുറ്റബോധം തോന്നി. ഇവിടെ നിന്നുമാണ് അവരുടെ ലൈഫ് തന്നെ മാറുന്നത്. റിസൾട്ട് വന്നതോടുകൂടി അജിൻ ഗൾഫിലുള്ള തന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. വിനായകനും അലനും ചേർന്ന് ഉപരിപഠനത്തിനായി UK പോകാനും തീരുമാനിക്കുന്നു. എന്നാൽ ഹാഷിറിനാണെങ്കിൽ സപ്ലി ഉള്ളത് കാരണം അവന് UK പോകാൻ പറ്റാതെ വരികയാണ്. ജീവിതത്തിൽ മാറ്റം വേണമെന്ന ആഗ്രഹത്തോടെ വിദേശത്തേക്ക് പോയവർക്ക് അവർ സ്വപ്നം കണ്ട ഒരു ജീവിതമായിരുന്നില്ല അവർക്ക് അവിടെ കിട്ടിയിരുന്നത്. ലാംഗ്വേജിന്റെ പ്രോബ്ലവും ഫിനാൻഷ്യൽ സ്ട്രഗിൾസും അവരവിടെ നേരിട്ടുകൊണ്ടിരുന്നു. അപ്പോഴും ഹാഷിർ തന്റെ കഴിവ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനിടെ അവന്റെ പ്രണയം അവൻ ഉപേക്ഷിക്കുന്നു. ആ സമയം വിനായകന്റെ അച്ഛന്റെ മരണം അവനെ വല്ലാതെ തളർത്തുന്നു. സിനിമയുടെ അവസാനത്തിൽ അവർ വലിയ അച്ചീവേഴ്സ് ഒന്നും ആകുന്നില്ലെങ്കിലും അവർ മെന്റലി വളരെ സ്ട്രോങ് ആകുന്നു. ജീവിതത്തിൽ നമ്മളെ ലൂസർ എന്ന് വിളിക്കുന്നവർ ഉണ്ടാകും. പക്ഷെ അവർ തന്നെ നമ്മളെ ഫൈറ്റർ എന്ന് വിളിക്കുന്ന ഒരു ദിവസം വരും. വെറും ഒരു കോമഡി പടം എന്നതിലുപരി ഇന്നത്തെ തലമുറ നേരിടുന്ന തൊഴിലില്ലായ്മയും സമ്മർദ്ദവും സിനിമ വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.